അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം നമുക്ക് ചായക്ക് എന്താണ് കടിയെന്ന് ആലോചിച്ചിരിക്കണ്ട. ഇതുപോലെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കാനും മുതിർന്നവർക്ക് കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി രുചിയാണ്. ഇത് നല്ല നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് വെള്ളക്കടല എടുത്തിട്ട് തലേന്ന് എടുത്തിട്ട് വെള്ളത്തിട്ടൊന്ന് കുതിർത്തെടുക്കണം കേട്ടോ. ഇതുപോലെ കുതിർത്തെടുത്ത വെള്ളക്കടല കുറച്ചൊന്ന് നമുക്ക് ഇനി അത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ വെള്ളക്കടലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെള്ളക്കടലൊക്കെ എല്ലാം ഇതിലേക്ക് ഇട്ടെടുക്കുക. ഇത് നല്ലോണം ഒന്ന് കുതിർന്ന് വരണം കേട്ടോ. എന്നാലും ഇത് അധികം ഒന്നും അരക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം, അതുപോലെ വലിയ ഉള്ളി ഇട്ടെടുക്കാം, ഒരു വെളുത്തുള്ളി ഇട്ടെടുക്കാം കേട്ടോ. ഒരു വെളുത്തുള്ളി ഇട്ടെടുക്കുക. പച്ചമുളക് ഞാൻ ഇതിലേക്കൊരു ഒന്ന് ഫുള്ള് ഇട്ടെടുക്കണില്ല കേട്ടോ, നല്ല എരിവായിരിക്കും ഈ മുളക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം നമുക്ക് ഇട്ടെടുക്കാം ഇതിലേക്ക് കേട്ടോ. ഞാനിത് അതുകൊണ്ട് ഈ ഉള്ളിയൊക്കെ ഇട്ടെടുത്ത് കറിവേപ്പിലയും ആ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം മതി കേട്ടോ. എരിവ് ഓവറായിട്ടുണ്ടെങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ചെറിയൊരു കഷ്ണം ഇട്ടെടുത്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷാക്കി കൊണ്ടുവരാം കേട്ടോ. നല്ലോണം നല്ല പേസ്റ്റായിട്ട് അരക്കണ്ട, ഒന്ന് ക്രഷാക്കി ഒന്ന് നല്ലോണം ഒന്ന് ചതുങ്ങി കിട്ടണം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിൽ ഇനിയും കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ല ആ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് ഇത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചൊക്കെ എടുക്കുന്നതനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എന്നാലും എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നല്ലൊരു ഇത് വരുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. കുറച്ച് ഇഞ്ചിപ്പൊടി ഇടുക കേട്ടോ. ഇതിൻ്റെ ഈ ഗ്യാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ദഹിക്കാനൊക്കെ നല്ലതാണ്. കുറച്ച് ഇഞ്ചി ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഇഞ്ചിപ്പൊടി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇതിലിട്ടാൽ നല്ലൊരു രുചിയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്നത് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ കൈ കൊണ്ട് കുഴച്ചിട്ടാലും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതെന്താ ഒരു ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്ത് നമ്മുടെ കൈവെള്ളയിൽ വെച്ച് അല്ലെങ്കിൽ ഒരു കുപ്പിൻ്റെ മൂടി എടുത്ത് വെച്ചിട്ട് അതിലിങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈവെള്ളയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കായാലും കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അവർ കടല കഴിക്കാനൊക്കെ മടിയല്ലേ, അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണ്ടി. അവർ കടല കഴിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ചായക്ക് അവരെന്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള ആ ടെൻഷനും നമുക്കുണ്ടാവില്ല. ഇനി കഴിച്ചാലും നല്ല പ്രോട്ടീനൊക്കെ ഉണ്ടാവാൻ നല്ലതാണ് കേട്ടോ കടല. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണം, നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ നല്ലോണം ഒന്ന് ചൂടായിട്ട് വരണം കേട്ടോ. നല്ലോണം തിളച്ചിട്ടാണ് ഇത് ഇടാൻ നല്ലത്. അതിന് ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ പ്രയാസമായിക്കാരം. അപ്പം എണ്ണ ഇതുപോലെ ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് അങ്ങോട്ട് കോരി അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി കൈ കൊണ്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോന്ന് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് പൊട്ടൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല നെരിച്ചിൽ, നല്ല ഇതിലാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കുമ്പോൾ വരുന്നത്. അങ്ങനെ നമുക്കിത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടട്ടെ കേട്ടോ. എണ്ണയിൽ കിടന്നിട്ടൊന്ന് നല്ലോണം നല്ല ചൂടിൽ തന്നെ നല്ല
സിമ്മിൽ തന്നെ വെച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിൽ എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് ആ ഭാഗമായിട്ടൊന്ന് മറിച്ചെടുക്കാണ്ടോ. ആ ഭാഗത്ത് ഒരു ഭാഗം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടല്ലോ, അത് ആ കളറാകുമ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഫുഡ്, ഇതുപോലുള്ള നല്ല അടിപൊളി ഫുഡൊക്കെ കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. കുട്ടികൾക്ക് ഒരു ദിവസം ഒന്നുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റില്ലല്ലോ. അവർക്കിത് മാറ്റി നമ്മൾ ഓരോ ചായക്കടി മാറ്റി മാറ്റി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് അവർക്കൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. ഇത് ഓരോന്നും ഇങ്ങനെ നല്ലോണം ഒന്ന് പൊരിഞ്ഞ് കിട്ടട്ടെ. അങ്ങനെ നമ്മൾ ഇത് ഓരോന്നും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇനി നല്ലോണം മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതൊന്ന് പിടിച്ചൊന്ന് ഒടിച്ച് നോക്കുക. ഇതുപോലെ ഉണ്ടോ, നല്ല ചൂട്, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് നല്ല കഴിക്കാൻ അടിപൊളി രുചി കേട്ടോ. അസാധ്യ രുചിയാണിത്. ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി. അപ്പം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.